ഇറ്റ്സ് മീ റമി സൈമസ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് ഡ്രൈ ഐസ് ആണ്. എന്താണ് ഡ്രൈ ഐ? ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് ഐ ഡ്രൈ ആവുക എന്നുള്ളത്, അതായത് ഡ്രൈ ഐസ്. ഇത് എങ്ങനെയാണ് വരുന്നത്? കണ്ണുകൾക്ക് ആവശ്യമായ രീതിയിൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട കണ്ണുനീര് വളരെ വേഗത്തിൽ ബാഷ്പീകരിക്കപ്പെട്ടു പോകുമ്പോഴോ ആണ് ഡ്രൈ ഐസ് ഉണ്ടാവുന്നത്. അതായത് സാധാരണയായിട്ട് നമുക്ക് കണ്ണിന് ആവശ്യമായ ഈർപ്പവും ലൂബ്രിക്കേഷൻസും ലഭിക്കാതെ വരുമ്പോഴാണ് ഈ രോഗം ഉണ്ടാവുന്നത്. ഇത് നമുക്കൊക്കെ വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണ് ഇച്ചിങ്, അതായത് ചൊറിച്ചിലുണ്ടാവും. ബേണിംഗ് സെൻസേഷൻ, കണ്ണിന് പൊള്ളൽ പോലെ അനുഭവപ്പെടാം. ബ്ലറിങ് ഓഫ് വിഷൻസ്, അതായത് മങ്ങിയ നേരിയ കാഴ്ചയിൽ ഒരു നേരിയ മങ്ങൽ അനുഭവപ്പെടുന്നുണ്ടാവാം. FB സെൻസേഷൻ, കണ്ണിനകത്ത് എപ്പോഴും ഒരു കരട് വീണ പോലെ, എന്തോ കണ്ണിനകത്തുള്ള പോലെ ഒരു പ്രിക്കിംഗ് സെൻസേഷനൊക്കെ അനുഭവപ്പെടാം. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് കണ്ണിന് വരുന്നത്? ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഡ്രൈ ഐസ് വരാനുള്ള മെയിൻ കാരണം ഇന്നത്തെ സ്ക്രീൻ യൂസ് ആണ്. ഒന്നെങ്കിൽ മൊബൈൽ, അല്ലെങ്കിൽ ലാപ്ടോപ്പ്, അതും അല്ലെങ്കിൽ ടാബ്, അതും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ. ഇതാണ് നമ്മുടെ എന്താ പറയണ്ടേ ഡെയിലി ലൈഫ് സ്റ്റൈലായിട്ട് മാറേണ്ടത്. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ PC, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ലാപ്ടോപ്പ്. കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ സ്ക്രീൻ പ്രൊജക്ടർ പോലെയുള്ള സ്ക്രീനുകൾ ഉണ്ടാവാം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സസ്, അതല്ലെങ്കിൽ TV, അതല്ലെങ്കിൽ മൊബൈൽ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഈ ഡ്രൈ ഐസ് വരാനുള്ള മെയിൻ റീസൺ എന്താണ്? കമ്പ്യൂട്ടർ അഥവാ ഫോണിൻ്റെ ദീർഘനേരത്തുള്ള ഉപയോഗം. ഇത് ഡ്രൈ ഐസ് വരാനുള്ള ഒരു കാരണമാണ്. മറ്റൊരു കാരണമാണ് ക്ലൈമറ്റ് ചേഞ്ച്, വരണ്ട കാലാവസ്ഥ. സാധാരണഗതിയിൽ നമുക്ക് ഈ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ നോർമലി നമ്മുടെ സ്കിന്നിനൊരു ഡ്രൈനെസ് വരും. സെയിം തിങ് നമ്മുടെ കണ്ണിലേക്കും വരും. ഇത് മറ്റൊരു കാരണം. വേറൊരു കാരണമാണ് AC. ഇന്നത്തെ കാലത്ത് ഓഫീസിൽ AC ആണ്, വീട്ടിൽ AC ആണ്, നമ്മൾ പോകുന്ന വാഹനങ്ങളിൽ AC ആണ്. AC ഡയറക്റ്റായിട്ട് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പം ഇതും ഡ്രൈ ഐസിനൊരു കാരണമാണ്. ഫാൻ മറ്റൊരു റീസണാണ്. ACയും ഫാനും ഇല്ലാതെ ഈ ക്ലൈമറ്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ കണ്ണിന് വരുന്ന ഒരു പ്രശ്നമാണ് ഡ്രൈ ഐ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമാണ് മെഡിസിൻസ്. ലോങ് ടൈം മെഡിസിൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ഡ്രൈനെസ് കണ്ടുവരാറുണ്ട്. തൈറോയിഡ്, ആർത്തവ വിരാമം ഇതുപോലെയുള്ള ആൾക്കാർക്കും ഡ്രൈനെസ് വരാനുള്ള അല്ലെങ്കിൽ ഡ്രൈ ഐസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മറ്റൊന്നാണ് എയർ പൊല്യൂഷൻ. കാരണം നമ്മുടെ എല്ലാവർക്കും തന്നെ അറിയാം, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ പോലും ഇന്ന് വളരെയധികം പ്യുവറായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം എയറിൽ കണ്ടാമിനേഷൻ ഉള്ള സമയത്ത് അത് നമ്മുടെ കണ്ണിലേക്ക് പോകുമ്പോൾ ഡ്രൈനെസ് വരാനുള്ള മറ്റൊരു റീസൺ കൂടിയാണ്. മറ്റൊന്നാണ് കോണ്ടാക്ട് ലെൻസ്. കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഈ കോണ്ടാക്ട് ലെൻസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ണിൽ വെക്കുമ്പോൾ നോർമലി ടിയർ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട്. അതുമൂലം ഡ്രൈനെസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. മറ്റൊരു റീസൺ ആണ് ലാസിക് സർജറി പോലെയുള്ള ലേസർ ട്രീറ്റ്മെൻറ്റ് കണ്ണുകൾക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഡ്രൈ ഐ. സോ ആ സമയങ്ങളിൽ നമ്മൾ എപ്പോഴും ലാസിക് സർജറി ചെയ്ത് കഴിയുമ്പോൾ പേഷ്യൻസ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ് ലൂബ്രിക്കേറ്റിംഗ് ഐ ഡ്രോപ്സ്. സോ ഇങ്ങനെയുള്ള ചില മെഡിക്കൽ സർജറീസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതായത് ലേസർ പോലെയുള്ള ലാസിക് ലേസർ പോലെയുള്ള സർജറീസ് കണ്ണ് ചെയ്ത് കഴിയുമ്പോഴും ഡ്രൈ ഐ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാം? ഇതിന് ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കാം? ഫസ്റ്റ്, ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ലൂബ്രിക്കേറ്റിംഗ് ഐ ഡ്രോപ്സ് യൂസ് ചെയ്യാം. ഇന്ന് മാർക്കറ്റിൽ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഡ്രോപ്സുകൾ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഡ്രോപ്സുകൾ വാങ്ങിക്കുക. അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റിംഗ് ജെല്ല്, ഡ്രോപ്സ് മാത്രമല്ല ലൂബ്രിക്കേറ്റിംഗ് ജെല്ലും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഡ്രൈ ഐസിന് നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. മറ്റൊരു കാര്യമാണ് 20-20-20. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് 20-20-20 എന്ന് പറയുന്ന മൂവി നമുക്ക് വളരെയധികം അറിയാം, എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് മറ്റൊന്നാണ് 20-20-20. എന്താണ് ഈ 20-20-20? അതായത് എല്ലാ 20 മിനിറ്റ്സിലും
20 സെക്കൻഡ് ബ്രേക്ക് എടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സ്ക്രീൻ വർക്കറാണ്, അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. രാവിലെ 10 മണി തൊട്ട് അല്ലെങ്കിൽ 9 മണി തൊട്ട് വൈകുന്നേരം 6-6:30 വരെ നമ്മൾ ഫുൾ ടൈം സ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എവറി 20 minutes ടേക്ക് എ 20 seconds ഗ്യാപ്പ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ 20 മിനിറ്റിലും 20 സെക്കൻഡ് ഗ്യാപ്പ് എടുത്തിട്ട് 20 feet ഡിസ്റ്റൻസിലേക്ക് നമ്മൾ നമ്മുടെ കാഴ്ചയെ മാറ്റുക. അതായത് സ്ക്രീനിനെ കുറച്ച് നേരം അവോയ്ഡ് ചെയ്യാം. അതൊരു 20 സെക്കൻഡ് നേരത്തേന് മതി. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഈ സ്ക്രീൻ ടൈം അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടി പറ്റും അല്ലേ? അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും. ഇപ്പം നമ്മൾ തന്നെ കുറച്ച് നേരം മൊബൈൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടയേർഡാവും, കണ്ണെന്തോ ടയേർഡാവുന്ന പോലെ, സ്ട്രെയിൻ ആവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്യാപ്പ് എടുക്കാൻ വേണ്ടി പറയുന്നത്. അതിനാണ് 20-20-20 എന്ന് പറയുന്നത്. അതായത് എവറി 20 minutes ടേക്ക് എ 20 seconds ബ്രേക്ക് ആൻഡ് ലുക്ക്. എങ്ങോട്ടാണ് ലുക്ക് ചെയ്യേണ്ടത്? 20 feet ഡിസ്റ്റൻസിലേക്ക് നമ്മൾ ലുക്ക് ചെയ്യാം. അതായത് നമ്മുടെ കാഴ്ചയെ മാറ്റി നിർത്തുക. പിന്നെ ഉള്ളത് ലൂബ്രിക്കേറ്റിംഗ് ഐ ഡ്രോപ്സ് ആണ്. ലൂബ്രിക്കേറ്റിംഗ് ഐ ഡ്രോപ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഒരു ഓഫ്താൽമോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർ സജസ്റ്റ് ചെയ്യുന്ന ഡ്രോപ്സ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഡ്രൈ ഐസ് എന്ന് പറയുന്നതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ദീർഘകാലം ഡ്രൈ ഐസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു പരിധി വരെ ഇതിന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കണ്ണിലെ ഇറിറ്റേഷൻസിനെ മാറ്റി നിർത്തി നമ്മുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ റമീസ് IMS.